ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ആൻഡ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാപ്രിക്കോണിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ കാപ്രിക്കോൺ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണേ. നമ്മൾ ഫസ്റ്റ് നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് നോക്കും, എന്നാൽ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് നോക്കാൻ പോകുന്നുണ്ട്. ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക. എന്നുവെച്ചാൽ എൻഡിലാണ് ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം എൻഡിലാണ് ഞാൻ കാർഡ്സ് എടുക്കാൻ പോണേ. അപ്പോൾ എൻഡ് വരെ ഈ റീഡിങ്ങിനെ കാണുക. അപ്പോൾ കാപ്രിക്കോൺ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ജസ്റ്റിസ്, ലീബ്ര എനർജി, 8 of Pentacles, Moon, 10 of Swords. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് Sun, 4 of Wands, Knight of Pentacles, 7 of Pentacles. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ മ്യൂച്വൽ എനർജി ഈ സമയത്ത് 3 of Wands ആണ്. അപ്പോൾ 3 of Wands ഒരു വെയിറ്റ് ആൻഡ് വാച്ചിൻ്റെ അപ്രോച്ചാണ്. നിങ്ങൾ രണ്ടാളും ഈ സമയത്ത് എന്തോ ഒരു ശരിയായ സമയത്തിന് എന്നുവെച്ചാൽ ചിലപ്പോൾ ചില സമയത്ത് നമ്മളുടെ സമയം ശരിയാവാത്തതുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോയില്ല, ഒരു ബ്ലോക്കേജ് ഉണ്ടാവാറുണ്ട്. അതല്ലാണ്ട് മേ ബി നിങ്ങൾ രണ്ടാളും കുറച്ച് ക്ലാരിറ്റീന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുമല്ല വെച്ചാൽ മേ ബി നിങ്ങൾ ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആയിരിക്കും എക്സ്പെക്റ്റേഷൻ. അപ്പോൾ അങ്ങനെ എന്തോ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ചാണ് ഞാൻ ഇവിടെ കാണുന്നത്. നിങ്ങളുടെ മ്യൂച്വൽ എനർജിയാണ്. അപ്പോൾ രണ്ട് സൈഡിനും അങ്ങനെയാണ് ഒരു എനർജി. നിങ്ങൾ രണ്ടാളും ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തു, വെയിറ്റ് ചെയ്യാണ് എന്തോ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റിസ് ആണ് നിങ്ങളുടെ എനർജിയിൽ ഞാൻ കാണുന്നത്. ഇവിടെ ഒരു ബാലൻസ് ആണ്. ചില കേസസിൽ ജസ്റ്റിസ് ഒരു മാരേജിൻ്റെ എനർജിയുമാണ്, ഒരു ലീഗൽ കോൺട്രാക്റ്റിൻ്റെ എനർജിയാണ്. ചില സമയത്ത് അത് ഡിവോഴ്സിൻ്റെയും എനർജി ആവാം. ഈ റീഡിങ്ങിൽ എനിക്ക് തോന്നുന്നത് ഇതൊരു മാരേജ് ഓർ എൽസ് ഒരു റീകൺസിലിയേഷൻ്റെ എനർജിയും ആവാം. ഇതൊരു ബാലൻസ്ഡ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ ഒരു ബാലൻസ് ആണ് കൊണ്ടുവരണം ഈ പേഴ്സൺ. അതുമാത്രമല്ല നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് കുറേ സീരിയസ് ആണ്, അതാണ് ഇവിടെ കാണുന്നത്. ജസ്റ്റിസ്, ലീബ്ര എനർജിയാണ്. ഈ പേഴ്സൻ്റെ എനർജിയിൽ സൺ ആണ്. അപ്പോൾ ഈ പേഴ്സണും കുറേ ഹാപ്പിയാണ്, അബണ്ടൻസിൻ്റെ എനർജിയിലാണ് ഈ പേഴ്സൺ. നിങ്ങളെ അവരൊരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇത് ലിയോ എനർജിയാണ്. 8 of Pentacles ആണ് നിങ്ങളുടെ എനർജി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഈ സമയം മേ ബി നിങ്ങൾ കുറച്ച് നിങ്ങളുടെ കരിയറിൽ ബിസി ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ രണ്ടാൾക്കും അത്ര സമയം കിട്ടുന്നുണ്ടാവില്ല സ്പെൻഡ് ചെയ്യാൻ ഒരുമിച്ച്. പക്ഷേ ഈ പേഴ്സൺ കുറേ ഒരു പോസിറ്റീവ് എനർജിയിലാണ്. 4 of Wands ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പോവാണ് പേഴ്സൻ്റെ എനർജിയാണ്. പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഡേറ്റാണ് ചെയ്യണമെന്ന് വെച്ചാൽ മേ ബി പേഴ്സൺ നിങ്ങളോട് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓരൽസ് അതായിരിക്കും അവരുടെ പ്ലാൻ, ഫ്യൂച്ചർ പ്ലാൻ. അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ടാവും. അവരുടെ ഇതൊരു മാരേജ് സെലിബ്രേഷൻ്റെ എനർജിയും ആവാം. അപ്പോൾ ഈ പേഴ്സൺ ഇതുവരെ നിങ്ങളോട് അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് പറഞ്ഞിട്ടില്ല വെച്ചാൽ ഇത് ഡെഫിനറ്റ്ലി അവരുടെ മനസ്സിലുണ്ട്. ദ മൂൺ ആണ് ഇവിടെ നിങ്ങളുടെ എനർജി. അപ്പോൾ എന്തോ കാരണം കൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ കുറേ ഒരു സ്ലോ മൂവിങ് എനർജി, സ്ലോ പേസ് ആയിപ്പോയി. ഞാൻ പറഞ്ഞ മാതിരി മേ ബി നിങ്ങൾ രണ്ടാൾക്കും ഈ സമയത്ത് അത്ര മീറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടാവില്ല. എന്നുവെച്ചാൽ മേ ബി നിങ്ങൾ ബിസി ആയിരിക്കും, ഇവർ ബിസി ആയിരിക്കാം നിങ്ങളുടെ കരിയറിൽ. പക്ഷേ അത് കാരണം ഈ റിലേഷൻഷിപ്പ് കുറച്ചൊരു സ്ലോ മൂവിങ് ആയിപ്പോയി. ആൻഡ് ആ പേസ് കുറഞ്ഞു പോയപ്പോൾ, ആ പേസ് സ്ലോ ഡൗൺ ആയപ്പോൾ നിങ്ങൾക്ക് ഒരു പേടി, ഈ പേഴ്സൻ്റെ ഇൻട്രസ്റ്റ് കുറയുണ്ടോ. ഇതൊരു ഇൻസെക്യൂരിറ്റിയുടെ എനർജി ആവാം. ഇത് ക്യാൻസർ, പൈസീസ് എനർജിയാണ്. ഇത് വെർഗോ എനർജിയാണ്. അപ്പോൾ ഇത് മേ ബി നിങ്ങളുടെ ഓൺ ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കാം. ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ, ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവുമോ. അപ്പോൾ അങ്ങനത്തെ കുറേ ഫിയേഴ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. 10 of Swords ആണ് നിങ്ങളുടെ എനർജി ഇവിടെ ലാസ്റ്റ് കാർഡ്.
അപ്പോൾ 7 ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് സ്വാർഡ്സ്. സഡൻലി എന്തോ ഈ റിലേഷൻഷിപ്പിൽ ചേഞ്ച് ആണ് ആവണത്. എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് കാർഡ് കാണുമ്പോൾ ഇത് ജസ്റ്റിസിൻ്റെ കാർഡാണ്. ആൻഡ് ലാസ്റ്റ് കാർഡ് കാണുമ്പോഴേക്കും, ലാസ്റ്റ് കാർഡ് വരെ പോകുമ്പോഴേക്കും ഇത് 10 ഓഫ് സോഡ്സിൻ്റെ എനർജി ആയിപ്പോയി. അപ്പോൾ എന്തോ ഇതിൻ്റെ ഇടയ്ക്ക്, ഫസ്റ്റും ലാസ്റ്റ് കാർഡിൻ്റെ ഇടയ്ക്ക് എന്തോ നടന്നുണ്ട് നിങ്ങൾ രണ്ടാളുടെയും ലൈഫിൽ. അതുകൊണ്ടാണ് ഇവിടെ ഒരു എൻഡിങ് ഞാൻ കാണുന്നത്. 10 ഓഫ് സോഡ്സ് ഒരു ബിട്രിയലിൻ്റെ എനർജിയാണ്, ഒരു എൻഡിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങൾ ബിട്രേഡ് ആയിട്ടാണ് ഫീൽ ആവുന്നത്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എപ്പോഴും. അപ്പോൾ എന്താണ് ഈ കാര്യം നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ ഇത് കുറേ ഒരു കൺഫ്യൂസിങ് റീഡിംഗ് ആണ്. അപ്പോൾ ഈ 3 ഓഫ് വാൻഡ്സ് ഇവിടെ എന്താണ് എനർജി? കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ടോറസ് എനർജി. മേ ബി നിങ്ങൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ റിവാർഡ്സിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓർ മേ ബി നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ബോണസ് ഓർ എൽസ് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാൾക്കാർക്ക് ഒരുമിച്ച് ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം വെച്ചാൽ ഫിനാൻസസ്, മണി, സ്റ്റെബിലിറ്റി അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മേ ബി അത് ആയിരിക്കും ഒരു മെയിൻ റീസൺ ഇവിടെ. അതല്ലാച്ച ഒരു ടോറസ് എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. മേ ബി നിങ്ങളൊരു ടോറസിൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ജസ്റ്റിസ് ഇവിടെ എന്താണ്? ഹൈ പ്രീസ്റ്റസ്. ഹൈ പ്രീസ്റ്റസ് എന്താണ്? പൈസീസ് എനർജിയാണ് ഹൈ പ്രീസ്റ്റസ്. പേജ് ഓഫ് വാൻഡ്സ്. അപ്പോൾ അഗൈൻ ഞാനിവിടെ കാണുന്നത് ആരോ ഒരു മെസ്സേജ് അയക്കണു നിങ്ങൾക്കൊരു മെസ്സേജ് നിങ്ങൾ റിസീവ് ചെയ്യേണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഡയറക്ഷനിൽ വരുന്നുണ്ട്. ഈ മെസ്സേജ്, ഈ കമ്മ്യൂണിക്കേഷൻ എന്തോ ഒരു സീക്രട്ട് മാതിരി ഒരു മെസ്സേജാണ്. ഈ സൺ ഈ പേഴ്സൻ്റെ എനർജിയിൽ എന്താണ്? 7 ഓഫ് വാൻഡ്സ് ആൻഡ് 6 ഓഫ് കപ്സ്. അപ്പോൾ ഇതൊരു റീകൺസിലിയേഷൻ ആണ് ഞാൻ കാണുന്നത്. മേ ബി നിങ്ങൾ രണ്ടാളും മുമ്പേ സെപ്പറേറ്റഡ് ആയിരുന്നു വെച്ചാൽ റീസെൻ്റ്ലി നിങ്ങൾ റീകൺസൈൽ ചെയ്തിട്ടുണ്ടാവും. കുറേ ചാലഞ്ചസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ, ഓറൽസ് കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ആ പേടിയുണ്ട്. അത് ഈ റിലേഷൻഷിപ്പ് റീകൺസൈൽ ചെയ്തു, പക്ഷെ ഇത് വർക്കൗട്ട് ചെയ്യുമെന്ന് ആ പേടി നിങ്ങൾക്കുണ്ട്. പക്ഷെ എന്തായാലും ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ജസ്റ്റിസ് എന്ന് വെച്ചാൽ ഒരു റീകൺസിലിയേഷൻ ഉണ്ടായി റീസെൻ്റ്ലി. 8 ഓഫ് പെൻറ്റിക്കിൾസ്, ഹാങ്ഡ് മാൻ. ഞാൻ പറഞ്ഞ മാതിരി കരിയർ കാരണം മേ ബി നിങ്ങൾ കുറേ ബിസി ആയിരിക്കും ഈ സമയത്ത്. അതുമാത്രമല്ല നിങ്ങളുടെ അപ്രോച്ച് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യണം എന്നുണ്ട്. ഇത്ര വേഗം കമ്മിറ്റ്മെൻറ്റ് ചെയ്യണം എന്നുണ്ടാവില്ല. എന്നുവെച്ചാൽ മുമ്പത്തെ നിങ്ങളുടെ ഹിസ്റ്ററി കാണുമ്പോൾ മേ ബി നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം ഈ റിലേഷൻഷിപ്പിൽ സ്പെൻഡ് ചെയ്യണം, ഡേറ്റ് ചെയ്യണം, ഈ പേഴ്സണെ ശരിക്കും അറിയാൻ വേണ്ടിയിട്ട്, ഷുവർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു സമയം വേണം. അതുമാത്രമല്ല നിങ്ങളുടെ പാസ്റ്റിൽ എന്തൊക്കെയാണ് ഉണ്ടായിച്ചാൽ അത് ഇതുവരെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫർഗെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾ കുറച്ചുകൂടി ഒരു സമയം വേണം. പക്ഷേ ഈ പേഴ്സൺ കുറേ ഹാപ്പിയാണ്. അവർ മേ ബി അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ പേഴ്സണാണ് എൻ്റെ ഫ്യൂച്ചർ വൈഫ്, ഹസ്ബൻഡ്, ഞാൻ ഈ പേഴ്സൻ്റെ കൂടെയാണ് ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ പോണത്, അങ്ങനെയൊക്കെ ഓൾറെഡി ഈ പേഴ്സൺ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നിങ്ങളുടെ എനർജിയിൽ മൂൺ. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്നാണ് ഞാൻ ഒരു ഹെസിറ്റൻസി കാണുന്നത്. 10 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ 10 ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് മൂൺ എന്താണ്? ക്വീൻ ഓഫ് വാൻഡ്സ്. അപ്പോൾ അഗൈൻ ഇവിടെ ഞാനൊരു ഹെസിറ്റൻസി നിങ്ങളുടെ സൈഡിലാണ് കാണുന്നത്. ഒരു പേടിയുണ്ട് നിങ്ങൾക്ക്. അത് ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവുമോ, അതല്ല എന്തോ ഫിനാൻഷ്യൽ സ്ട്രെസ് ആയിരിക്കാം. അതുമല്ല മേ ബി നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ പേരൻസ് ഈ റിലേഷൻഷിപ്പിനെ അപ്രൂവ് ചെയ്യോ, അതായിരിക്കും വേറെ ഒരു പേടി. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സൻ്റെ എനർജി എന്താണ്? 6 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇവിടെ ഒരു ഇംബാലൻസ് ഞാൻ കാണുന്നുണ്ട്. ഈ പേഴ്സൺ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ആ എഫേർട്ട് കുറവാണ്. അതുമാത്രമല്ല ഈ പേഴ്സൻ്റെ പാസ്റ്റിൽ അവർ വേറെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ അതുകൊണ്ട് ഇവിടെ ഞാൻ ആദ്യം ഒരു പ്രോബ്ലമാണ് കാണുന്നത്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ആ പാസ്റ്റിനെ ഫുള്ളി ഫർഗെറ്റ് ചെയ്തിട്ടില്ല, അതിനെ ലെറ്റ് ഗോ ചെയ്തില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ആ ഇഷ്യൂ എപ്പോഴും തിരിച്ച് അത് ഒരു ഫൈറ്റിംഗ് പോയിന്റ് ആയിട്ട് എപ്പോഴും അത് തിരിച്ചു വരാറുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ അതുകൊണ്ടാണ് ഒരു ഹാർട്ട് ബ്രേക്ക് കാണുന്നത്. ഈ പേഴ്സൺ ഡിസപ്പോയിൻറ്റഡ് ആണ്
എന്നുവെച്ചാൽ നിങ്ങൾ അത്ര എഫേർട്ട് മുമ്പത്തെ മാതിരി നിങ്ങളുടെ എഫേർട്ട് അത്ര ഇല്ല ഇപ്പോൾ. ഇവിടെ ഒരു ഇംബാലൻസ് ആണ്. അപ്പോൾ അത് കാരണം ഈ പേഴ്സൺ ഹാർട്ട് ബ്രോക്കൺ ആണ്. ഇവിടെ ഒരു എൻഡിങ് ആണ് ഞാൻ കാണുന്നത്. 10 of Swords നിങ്ങളുടെ സൈഡിലും ഉണ്ട്. അപ്പോൾ അഗൈൻ നിങ്ങളുടെ സൈഡിലും ഒരു ബിട്രേയൽ, നിങ്ങൾ ബിട്രേഡ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ മുമ്പേ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിച്ചാൽ അത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഫൊർഗെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഹീൽ ചെയ്യാനാണ് നോക്കണത്. അപ്പോൾ ഇവിടെ മേ ബി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലൊരു ക്ലോഷർ ആണ് എടുക്കാൻ നോക്കണത്. ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഫൈനൽ ക്ലോഷറിന് വേണ്ടിയിട്ടായിരിക്കും ട്രൈ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു എപ്പോളജി ഉണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷെ അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് മുമ്പോട്ട് പോകണത് ഞാൻ കാണില്ല. 7 of Pentacles, ഈ പേഴ്സൺ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡെവിൽ, കാപ്രിക്കോൺ എനർജി. അവർ നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്, ഓഫർ തരുന്നുണ്ട്. പക്ഷെ ഇത് മുമ്പോട്ട് പോവാൻ എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ മാസത്തിലൊന്നും അങ്ങനെ ഒരു വലിയ പ്രോഗ്രസ് ഒന്നും ഞാൻ കാണില്ല. അപ്പോൾ ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻസ് എന്തായിരിക്കും? 2 of Wands. അപ്പോൾ ഈ പേഴ്സൺ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഫ്യൂച്ചറിലും നിങ്ങളുടെ ഡിസിഷൻ എന്താവും എന്ന് വേണ്ടിയിട്ട് അതിനായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അതിനായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഔട്ട്കം നോക്കാം. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കമ്മിൽ 9 of Swords ആണ്. കുറേ സ്ട്രെസ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ മുമ്പോട്ട് പോകണോ, ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടേന്ന്, അതാണ് ഇവിടെ ഏറ്റവും വലിയ സ്ട്രെസ്. 6 of Swords ഒരു കാമോ വാട്ടേഴ്സിൻ്റെ ഡയറക്ഷനിലാണ് നിങ്ങൾ പോവുക. പക്ഷേ ഇവിടെ സിംഗിൾ എനർജി 9 of Pentacles ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ മേ ബി കാപ്രിക്കോൺ ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. മേ ബി അത് ഫ്യൂച്ചറിൽ നിങ്ങളത് ക്ലിയർ ആയിട്ട് ഈ പേഴ്സണോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷേ ഇതാണ് നിങ്ങളുടെ ഔട്ട്കം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പ്രൈവറ്റ് റീഡിങ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം ചെയ്യാം. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ അത് റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമെയിൽ ചെയ്യുക. ഇല്ലാച്ചാൽ വെബ്സൈറ്റ് ത്രൂ വാട്സാപ്പ് ബട്ടൺ ഉണ്ട്, അവിടെ ചാറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.